ടീച്ചർ, ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണം നടക്കുകയാണ്. ഇന്ന് ഡിവൈഎഫ്ഐയുടെ അടുത്ത നേതൃത്വം അതിലൊരു ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പോലീസ് വലിയ രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു, അവിടെ തെരഞ്ഞുപിടിച്ച് ഡിവൈഎഫ്ഐ നേതാക്കളെ ഒക്കെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു. അങ്ങനെ ഏതെങ്കിലും പൊളിറ്റിക്കൽ മൂവായിട്ട് അതിനെ ഇപ്പൊ ഈ പുനരന്വേഷണത്തെ കാണുന്നുണ്ടോ? ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടത് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ശത്രുതാപരമായിട്ടുള്ള ആക്രമണമായിട്ടല്ല. അപ്പൊ നിങ്ങൾക്കെല്ലാം അറിയാം, പല തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള ഫേക്ക് ഐഡിയിൽ നിന്ന് വ്യക്തിഹത്യ നടത്തുന്ന, അപ്പൊ എനിക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ വടകര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വന്നിരുന്നു. അപ്പൊ അതിലൊന്നാണ് ഈ കാഫിർ പ്രശ്നവും. അപ്പൊ അത് മാത്രമായിട്ട് ആരാണ് എന്നുള്ളത് അന്വേഷിക്കില്ല, അത് അന്വേഷിക്കട്ടെ, ഞാൻ ഒന്നിന്റെയും അന്വേഷണത്തിന് തടസ്സമല്ല. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിരുത്സാഹപ്പെടുത്തണം, നമുക്ക് സാധിക്കണം. എന്നാൽ അങ്ങനെയുള്ള പലതും വന്നിട്ടും അതിലൊന്നും പ്രതികരിച്ചില്ലല്ലോ. എന്തെല്ലാം മോശമായിട്ട് നമ്മുടെ ഒരു ക്യാരക്ടർ അസാസിനേഷൻ, ഒരു വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ വന്നു. സൈബർ മേഖലയിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാവരുത്. അതിനെ കൃത്യമായിട്ട് ആർക്കെതിരെ വന്നാലും അന്വേഷിക്കാനുള്ള മാനസികാവസ്ഥയാണ് കാണിക്കേണ്ടത്. അതേ ഈ കാഫിർ അന്വേഷണം നടക്കട്ടെ. പക്ഷെ അതിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ വൈരാഗ്യത്തോടുകൂടി എന്നാൽ ഇപ്പൊ ഉപദ്രവിച്ച് കളയാം എന്ന രീതിയിൽ ഒരു അതിക്രമം നടത്തുന്നത് ശരിയല്ല. അന്വേഷണം കൃത്യമായി ശാസ്ത്രീയമായിട്ട് നടക്കട്ടെ. മറ്റൊരു വിഷയം കൂടെ, മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കണ്ണൂരിൽ വെച്ച് ആക്രമിച്ചു എന്നതിൽ വധശ്രമം ഉൾപ്പെടെ കേസ് നേരത്തെ എടുത്തിരുന്നു. അതിൽ ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതിൽ വധശ്രമം ഒഴിവാക്കിയാണ് കുറ്റപത്രം നൽകിയത്. അതായത് നേരത്തെ KSUവും UDF ഒക്കെ ആരോപിച്ചതുപോലെ അത്തരത്തിലൊരു ആക്രമണം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പോലീസ് ഈ ഘട്ടത്തിൽ ശരിവെക്കുകയാണോ? അങ്ങനെ കുറ്റപത്രം നൽകിയിട്ടുണ്ട്. കുറ്റപത്രത്തിലെ വിശദാംശം എനിക്കറിയില്ല. പക്ഷേ അവിടെ ഒരു വലിയ അസ്വസ്ഥത ഉണ്ടായിരുന്നു, നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു മിനിസ്റ്ററാണ്, അപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനാണ്, ഒരുപാട് ആളുകളുള്ള സ്ഥലമാണ്. അവിടെ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത് ശരിയായിട്ടില്ല. എന്നാൽ ഈ ആക്രമണം ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചെന്നോ അല്ലെങ്കിൽ വേറൊരു രീതിയിലാണോ എന്നുള്ളത് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുക. അപ്പോൾ പോലീസ് അന്വേഷിച്ചിട്ട് കുറ്റപത്രത്തിൽ എന്തായുള്ളത് നിങ്ങളിപ്പം പറഞ്ഞ രീതിയേ ഉള്ളൂ, എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. പക്ഷെ അവിടെ മന്ത്രി റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി കയറാൻ വരുമ്പോൾ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത് ശരിയല്ല എന്നുള്ളതാണ് നമ്മൾ അന്നേ പറഞ്ഞിട്ടുള്ളത്. ബാക്കി കുറ്റപത്രം എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിയമ നടപടികൾ വരട്ടെ. ശക്തമായ രീതിയിൽ വിമർശിക്കാൻ കഴിഞ്ഞില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല ഈ പയ്യന്നൂരും തളിപ്പറമ്പും സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറയുന്നു. ഇപ്പോൾ ടീച്ചർ മട്ടന്നൂരായിരുന്നു നേരത്തെ മത്സരിച്ച് ടീച്ചറെ പേരാവൂരിലേക്ക് മാറ്റി. ഇപ്പോൾ പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ ശരിയായ നിലയിലൊക്കെ വിലയിരുത്തലേക്ക് വന്നുകൊണ്ട് കരുതുന്നുണ്ട്. നേരത്തെ അല്ല, ഇതിലെന്താന്ന് വെച്ചാൽ ഒരു പരാജയം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് കിട്ടേണ്ടുന്ന ഇടതുപക്ഷത്തിന് കിട്ടേണ്ടുന്ന വോട്ടുകൾ വഴിമാറി, ഇത് പരിശോധിക്കുക സ്വാഭാവികമാണ്. ഏതെങ്കിലും ഒരു കാരണത്തിന്റെ ഭാഗമായിട്ടല്ല. ഞങ്ങളുടെ വിലയിരുത്തൽ ഇടതുപക്ഷത്തിന്റെ ആശയം ഏറ്റവും ശരിയാണ്. ഇടതുപക്ഷ ഗവൺമെന്റ് 10 വർഷക്കാലം ഭരിച്ചപ്പോൾ അഭൂതപൂർവമായ മാറ്റം കേരളത്തിനുണ്ടായി. ഒരുപാട് വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തി. എന്നിട്ടും എന്തുകൊണ്ട് നമുക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഞങ്ങൾ അതിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു കൺക്ലൂഷനിലേക്ക് നമുക്കിനി എത്തേണ്ടതായിട്ടാണുള്ളത്. എന്നാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളത്. അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം പുറത്ത് വരാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾ ആ ചർച്ച നടത്തുകയാണ്. അതിപ്പം വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുള്ള കാര്യമായാലും അതുപോലുള്ള മറ്റ് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യമായാലും എല്ലാം പാർട്ടിക്കകത്ത് അതിന്റെ ചർച്ച നടക്കുന്നുണ്ട്. എന്തെങ്കിലും അപാകത ഇതിലേതെങ്കിലും കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അപാകതയായിരുന്നു എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് അതിനെ തിരുത്താൻ പാർട്ടി തയ്യാറാകും എന്നുള്ളതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ഈ എന്തെങ്കിലും നുണപ്രചരണങ്ങളുടെ ഭാഗമായിട്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ നുണപ്രചരണത്തെ തുറന്നു കാട്ടി പാർട്ടിയോടുള്ള വിശ്വാസം വീണ്ടും ബലപ്പെടുത്തുന്നതിനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അല്ല, അതിന്റെ വ്യക്തമായിട്ടുള്ള കാരണം പറഞ്ഞിരുന്നു. കാരണം 2 ടേം തുടർച്ചയായി മത്സരിച്ചവര് ഉറച്ച മണ്ഡലത്തിലാണെങ്കിൽ, ആരെ നിർത്തിയാലും ജയിക്കുന്ന മണ്ഡലത്തിലാണെങ്കിൽ മത്സരിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. എന്റെ കാര്യത്തിൽ അത് ശരിയാണ്. ഞാൻ മട്ടന്നൂരല്ലേ മത്സരിച്ചിരുന്നത്. പക്ഷേ പാനലിൽ ഞാനും കൂടി ഉൾപ്പെടണമെന്നും അതിന്റെ ഭാഗമായി പേരാവൂർ മണ്ഡലം ഒരുപക്ഷെ ശക്തമായൊരു മത്സരത്തിലൂടെ പിടിച്ചെടുക്കാൻ സാധിക്കുമോ എന്നാണ് പാർട്ടി പരിശോധിച്ചത്. അതുകൊണ്ട് എന്നോട് പേരാവൂർ മത്സരിക്കാനാണ് പാർട്ടി ആവശ്യപ്പെട്ടത്. ഞങ്ങളുടെ പാർട്ടി സംവിധാനം അനുസരിച്ച് പാർട്ടി കൂട്ടായിട്ടൊരു തീരുമാനം എടുത്താൽ ആ തീരുമാനം ഞങ്ങളെല്ലാം അംഗീകരിക്കുകയാണ് പതിവ്. അങ്ങനെയാണ് പേരാവൂരേക്ക് ഞാൻ പോകാനിടയായിട്ടുള്ളത്. ഈ പയ്യന്നൂരിലും തളിപ്പറമ്പിലൊക്കെ പരാജയ കാരണത്തിനപ്പുറത്തേക്ക് സംഘടനാ വിഷയങ്ങളുണ്ടല്ലോ. അപ്പൊ അതിൽ ഒരു സംഘടനാ നടപടിയിലേക്ക് ഉടൻ പോകേണ്ടതില്ല എന്നതാണോ CPM? അങ്ങനെ ഒന്നും ഒരു തീരുമാനമല്ല. പോകണമെന്നോ പോകണ്ടെന്നല്ല.
തെരഞ്ഞെടുപ്പ് സാധാരണ എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തുമ്പോൾ പാർട്ടി സംഘടനയുടെ ശേഷിയെക്കുറിച്ചും പരിശോധിക്കാറുണ്ട്. ഇപ്പൊ ചിലയിടത്ത് പാർട്ടി ആഗ്രഹിക്കുന്ന രീതിയിൽ ശക്തമായ സംഘടനാ സംവിധാനവും പ്രവർത്തനവും ഉണ്ട്. ചിലയിടത്ത് നമ്മൾ എത്ര പരിശ്രമിച്ചാലും അതിനൊരു ദുർബലത വരാറുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ റിവ്യൂ നടത്തുമ്പോൾ സംഘടനാപരമായിട്ട് എവിടെയെങ്കിലും പ്രശ്നങ്ങളോ വീക്ക്നെസ്, അതിന്റെ പോരായ്മ, ശക്തിക്കുറവോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് റിവ്യൂവിന്റെ ഭാഗമായിട്ട് നടത്തുക. ആ കൂട്ടത്തിൽ തന്നെയാണ് ഈ പയ്യന്നൂർ തളിപ്പറമ്പ് വിഷയങ്ങളെല്ലാം കാണുന്നത്. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ച പറ്റിയെന്ന് ജില്ലാ കമ്മിറ്റി തന്നെ സമ്മതിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം ഇതില് പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ചകൾ മാധ്യമങ്ങൾ നിങ്ങൾ ഒരുപാട് കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ചില കാര്യങ്ങൾ ശരിയായിരിക്കും, ചിലപ്പോൾ ഇത് സത്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളായിരിക്കും. ഞങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് പാർട്ടി കമ്മിറ്റിക്കകത്ത് ഇങ്ങനെ ചർച്ച നടന്നു എന്നൊക്കെ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ വിവിധ ഘടകങ്ങളിലെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം അതിന്റെ ഒരു ഫൈൻഡിങ്സ് ഉണ്ടാവും. അത് തിരുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന കാര്യത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്ത് തീരുമാനിച്ചു എന്ന് ഇപ്പൊ പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഓക്കെ.